നിർമ്മാണം പാടില്ല എന്ന് പറയുന്നിടത്ത് പോലും സർക്കാരിൻ്റെ അനുമതികളോടുകൂടിയാണ് നിർമ്മാണം നടക്കുന്നത്. തോടിനൊഴുകാനും പുഴയ്ക്കൊഴുകാനും വെള്ളം വന്നാൽ ഒഴുകി പോകുവാനുമുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്. അതാണ് ചെറിയ മഴ പെയ്താൽ പോലും പ്രളയമായി വെള്ളം ഉയരുന്നത് കൊണ്ടാണ് പ്രളയം കൂടുതലായിട്ടുണ്ടാകുന്നത്. കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഈ പ്രളയം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉണ്ടാകുന്ന റീസൺ എന്താണ്? ഇതിനുണ്ടാകുന്ന റീസൺ ഞാനിപ്പോൾ തെളിവടക്കം കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്ന ഇതൊരു പുഴയാണ്. ഈ പുഴയുടെ സൈഡിലുള്ള ആ കുപ്പികൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒരിക്കലും ഉന്മൂലനം ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ സംസ്കരിക്കാനോ ഉള്ള വഴികളില്ല. ഇങ്ങനെ തോട്ടിൽ കൊണ്ട് തള്ളുന്ന ഈ മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ ഒഴുകി നമ്മുടെ ഈ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ഇതിന് കൃത്യമായി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മനുഷ്യനിർമ്മിതമായ പ്രളയങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന വഴികളിൽ തോടിനൊഴുകാനും പുഴയ്ക്കൊഴുകാനും വെള്ളം വന്നാൽ ഒഴുകി പോകുവാനുമുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്. അതാണ് ചെറിയ മഴ പെയ്താൽ പോലും പ്രളയമായി വെള്ളം ഉയരുന്നത് കൊണ്ടാണ് പ്രളയം കൂടുതലായിട്ടുണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, മണ്ണിടിച്ചിലും നമ്മൾ പണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഇതിലുള്ള മലകളും മലനിരകളും എല്ലാം കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ നിർമ്മാണ മേഖലയിൽ വലിയ ഇതിനു വേണ്ട ഓഫീസർമാരുടെ ഒത്താശയോടുകൂടി കൈക്കൂലി വാങ്ങിയതിനു ശേഷം അവിടെ പെർമിറ്റ് കൊടുക്കുകയും അങ്ങനെ ഓരോരോ ബിൽഡിങ്ങിന് വേണ്ടി പണിയാനായിട്ട് ഉള്ള സാങ്ഷൻ ചെയ്യുകയും ആ പണിയുന്നതിൻ്റെ ആഘാതമായിട്ടാണ് ഓരോ മണ്ണിടിച്ചിലും നമ്മുടെ മുന്നിലുണ്ടാകുന്നത്. ചെറിയ മലകൾ പോലും ഇടിഞ്ഞ് താഴേക്ക് വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞ മേഖലകളിൽ നിർമ്മാണ അനുമതി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം അവിടെ കയറി നിർമ്മിക്കുമ്പോൾ ആ നിർമ്മിതിക്ക് വേണ്ടി കുഴിയെടുക്കുമ്പോഴും പൈലിംഗ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആഘാതം അങ്ങേ കരയിലെ മലയിലാവാം വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നുമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം കൂടുതലും മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഇടുക്കി അല്ലെങ്കിൽ വയനാട് പോലുള്ള ദുർബല മേഖലകൾ അത് നേരത്തെ തരംതിരിച്ചിട്ടുള്ളതാണ്. ദുർബല മേഖലകളിൽ നിർമ്മാണം പാടില്ല എന്ന് പറയുന്നിടത്ത് പോലും സർക്കാരിൻ്റെ അനുമതികളോടുകൂടിയാണ് നിർമ്മാണം നടക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാവങ്ങളാണ് ചെയ്യുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദാരിദ്ര്യത്തിലേക്ക് താഴെ നിൽക്കുന്ന ഒരു പാവങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിയമപ്രകാരം തെറ്റ് തന്നെയാണ്. പണക്കാരാണെങ്കിൽ അതിന് വേണ്ട ഓഫീസർമാർ കിമ്പളം മേടിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മുടെ കൺമുന്നിൽ പല കാര്യങ്ങളുണ്ട്. അൻവർ നമ്മുടെ മുൻ MLA അൻവർ പല കാര്യങ്ങൾ കൊണ്ട് ഡീറ്റെയിൽ കൊണ്ടുവന്നപ്പോൾ പോലും എല്ലാവരും പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. കാരണം എന്നാൽ ചെയ്യേണ്ടത് അങ്ങനല്ല, സത്യസന്ധമായ കാര്യമാണ്. കാരണം ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു മഹാമാരി പ്രളയം ഇനിയും ഉണ്ടാവും. കാരണം എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപേക്ഷിക്കുന്ന പാഴായ വസ്തുക്കൾ, കുപ്പി, പ്ലാസ്റ്റിക്, തുണി, കാരണം നമ്മുടെ വീടുകളിൽ നിന്നും മാറുവാൻ വേണ്ടി നമ്മൾ തോട്ടിലും കനാലിലുമാണ് ഇത് വലിച്ചെറിയുന്നത്. ഇപ്പം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് അവിടെ കാണിച്ചതുപോലെ തന്നെ ഇതൊരു പുഴയാണ്. ഇത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ട് ലൈവായിട്ട് കാണിക്കുക. നിൽക്കുന്ന സമയത്ത് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. വേസ്റ്റാണ്. അവിടെ നിൽക്കുന്ന ആ സമയത്ത് കണ്ടോ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ആരോ ഇട്ട ചാക്കിൻ്റെ വേസ്റ്റാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള വേസ്റ്റുകൾ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ അകത്തേക്ക് ഡംപ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഇതിന് പോകേണ്ട വഴികളിൽ ഉള്ള സൗകര്യമില്ലെങ്കിൽ ഇത് വന്ന് ബ്ലോക്കാവും. ഈ ബ്ലോക്കായതിനു ശേഷം ഇത് കയറി ഒഴുകും. എന്ന് വെച്ചാൽ ഈ ബ്ലോക്കായി നിൽക്കുന്നിടം കൂടി നിറഞ്ഞ് അതിന് മൂളിക്കട വന്നാൽ മാത്രമേ പിന്നെ വെള്ളം ഒഴുകുള്ളൂ. ആ വെള്ളം ഒഴുകുന്ന സമയത്തായിരിക്കും ഈ തങ്ങി നിൽക്കുന്ന കുപ്പിയെല്ലാം കൂടെ അവിടുന്ന് ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടി കഴിയുമ്പോൾ അവിടുന്ന് ഇത് തള്ളിപ്പോകുന്നത്. അങ്ങനെ ആയി കഴിയുമ്പം ആ ഒഴുകിക്കൊണ്ടിരുന്ന സോഴ്സിനേക്കാളും കൂടുതലായിട്ട് വെള്ളം കെട്ടുകയും അതിനുശേഷം ഒറ്റ തള്ളലിൽ ഒഴുകുമ്പോഴാണ് ഇത് പലയിടത്തേക്ക് ചെന്ന് കഴിയുമ്പം പല അതിർത്തികൾ താണ്ടുമ്പോഴാണ് എന്ന് വെച്ചാൽ വെള്ളത്തിന് ഒഴുകാനും വഴി വേണം. അതിന് പണ്ടൊക്കെയുള്ള വഴികളിലെല്ലാം ഇപ്പം നിലവിൽ അടഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മണൽ, നമ്മുടെ പഴമക്കാരൊക്കെ മണൽ നമ്മുടെ ആറ്റിൽ നിന്നും വാരിയാണ് വീട് നിർമ്മാണം. പല വീടുകളുടെ പണ്ടുള്ള വീടുകൾ വൈക്ക മേഖലയിലൊക്കെയുള്ള പണ്ടുള്ള വീടുകളിലെ തറയിൽ ഇപ്പോഴും മണൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത വീട് പണിയുമ്പോൾ ആ മണലെടുത്ത് പണിയാന്നുള്ളത്. അതുപോലെ മണൽ വാരാനുള്ള പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ആഴം കൂടും. കാരണം ഇപ്പം നമ്മുടെ നദികളിൽ മണൽ വാരാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നദികളുടെ ആഴം കുറവാണ്. അത് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാവുന്നുള്ളൂ. അപ്പം പെർമിഷൻ കൊടുത്തുകൊണ്ട് ഈ മണൽ ഖനനം പോലെ വലിയ ലോബികൾക്കല്ലാതെ സാധാരണക്കാരന് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റിയ അവസ്ഥയിൽ സർക്കാർ അത് വരുമാന മാർഗ്ഗം തന്നെയാണ് പാവങ്ങളുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വരുന്ന നിശ്ചിത സമയം എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കാണുന്ന തോടുകളിലെ ആഴങ്ങളിലൊക്കെ മണൽ ഓരോരുത്തരും തോർത്ത് കൊടുത്തുകൊണ്ട് തൂമ്പായുടെ സഹായത്തോടെ കൊട്ടയിൽ വാരി കരക്കിട്ടിട്ട് അത് വിൽപ്പന ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള എല്ലാവർക്കും ഉള്ള അനുമതി കൊടുക്കുമ്പം നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മണലിൻ്റെ ക്ഷാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള പാറപ്പൊടിയുടെ ക്ഷാമം നമുക്ക് വൻതോതിൽ അത് പരിഹരിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ വേറെ ജില്ലേനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. കാരണം നമ്മുടെ പെരിയാർ പോലുള്ള നദികളിൽ ഇഷ്ടംപോലെ മണൽ കുന്നുകൂടി കിടപ്പുണ്ട്. മണൽ ഖനിയായി തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിനുള്ള സാങ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് തോടിൻ്റെ ആഴം കൂടുകയും വെള്ളം കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമ്പം അത് അതിൻ്റെ വഴിക്ക് ഒഴുകുമ്പം പ്രളയം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ഇതിന് അനുമതി കൊടുത്തില്ല എങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ തോട് മൊത്തം നകന്ന് വഴി മൊത്തം വെള്ളത്തിലുമാവും.
അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ സന്ദേശം എന്ന സിനിമയിൽ ഒരു കോമഡി ഉണ്ട്. നമുക്ക് ഒരു റോഡും അനുവദിച്ചിട്ടുണ്ട്, കുളം അനുവദിച്ചിട്ടുണ്ട്. അപ്പം റോഡിൻ്റെ നടുക്ക് കുളമാക്കാം എന്നൊരു തമാശ, ഒരു കോമഡിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പല വഴികളും എന്ന് വെച്ചാൽ നമ്മുടെ ഇതിലുള്ള പല വഴികളിലൂടെയാണ് ഇപ്പോൾ തോടിനൊഴുകാൻ പറ്റാഞ്ഞിട്ട് വെള്ളം കയറി ഒഴുകുന്നത്. അതും സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ വലിയ വലിയ അദാനി, അംബാനി അങ്ങനെയുള്ള വലിയ വലിയ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ വലിയ ഗ്രൂപ്പുകൾക്ക് ഓരോന്നും എടുക്കാനുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരനും കൊടുത്തുകൂടാ? അവനും ജീവിത മാർഗ്ഗമാണ്. ഇത് സർക്കാരിലേക്കാണ് ഈ മണലിൻ്റെ ഒരു നിശ്ചിത തുക എത്തുന്നത് സർക്കാരിലേക്കാണ്. അത് വാരാനുള്ള പെർമിറ്റ് എടുക്കുക, ലൈസൻസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നിശ്ചിത തുക സർക്കാരിനാണ്. അപ്പം പ്രിയദർശിനി പോലുള്ള സംഭവങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നടത്തിയ സർക്കാരിന് എന്തുകൊണ്ടാണ് മണൽ വാരാനുള്ള പെർമിഷൻ കൃത്യമായ രീതിയിൽ കൊടുത്തത്? തോടിനെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു ജന്മം ഒരു പാവപ്പെട്ട എന്ന് വെച്ചാൽ ഇടുക്കിയെ സംബന്ധിച്ച് കർഷകരാണ്. കൃഷി ചെയ്തിട്ട് ആ കൃഷിയിൽ നിന്ന് ഏലക്ക എടുക്കുന്ന ഓരോ സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ ഭവനവും അവരിതുവരെ കെട്ടിപ്പടുത്തതും എല്ലാം ഉരുളെടുത്തും അല്ലെങ്കിൽ വെള്ളം കയറിയും പോയിട്ട് പിന്നെ നമ്മൾ അതിനു വേണ്ടി അല്ലെങ്കിൽ അവരെ പുനരധിവാസിപ്പിക്കും എന്ന് പറഞ്ഞൊരു വാക്കും കൊടുക്കാനല്ല. അത് സർക്കാരിൻ്റെ വെറും മുടന്തൻ ന്യായം മാത്രമാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ഇനിയും കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും പലരുടെ വീട് മുടങ്ങി കിടക്കുന്നതും ആത്മഹത്യ ചെയ്ത കഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കുക. അതിന് സർക്കാരിന് സാധിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് അതിനുള്ള ഗട്ട്സ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് അതിനുള്ള നൂതന സംവിധാനങ്ങളില്ലാഞ്ഞിട്ടോ അല്ല. ഇതൊക്കെ പുറകിൽ നിന്നുമുള്ള ചരടുവലിയുടെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഇടുക്കി ഡാം പോലും തുറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇടുക്കി ഡാമിൽ പോലും വെള്ളം അമിതമായി തുറക്കണമെങ്കിൽ ഇവിടെയുള്ള KCBക്ക് വൻതോതിൽ നഷ്ടമാകുമെന്ന ചിന്തയും അതിലുപരി 2018 പ്രളയം നമ്മുടെ കൺമുന്നിലുണ്ട്. അത് ആ ഡാം ഇത്തിരി കൂടി നേരത്തെ തുറക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ആ പ്രളയം നമുക്ക് ഒഴിവാക്കാം. കാരണം അത്രയും വെള്ളം കൂടി സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പേ ഒഴുകി പോകും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ അറിയാവുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഖനനം കൃത്യമായ രീതിയിൽ മണൽ ഖനനം നടത്തിക്കൊള്ളാനുള്ള അനുമതി കൊടുക്കുക. അത് കൃത്യമായ ഓരോ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകൾക്കും നമ്മുടെ ഓരോ നിർമ്മാണ മേഖലയ്ക്കും അത് വലിയൊരു അനുഗ്രഹമായി മാറും. കാരണം അത്രയും മണൽ ചെന്ന് കഴിയുമ്പം പുറത്തുനിന്ന് ഇപ്പോൾ തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ ഈ നാട്ടിലേക്ക് ഇപ്പം പാറമണൽ എത്തിക്കണമെങ്കിൽ തന്നെ, കാരണം ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഭൂപ്രശ്ന മേഖല ആയതുകൊണ്ട് ഇവിടെ ഇപ്പം ഖനനം വളരെ കുറവാണ്. കല്ല് കിട്ടാനില്ല, പറമ്പടി കിട്ടാനില്ല. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കമ്പത്തൂന്നും തേനിയിൽ നിന്നും ഒക്കെയാണ് ലോഡ് കയറി വരുന്നത്. അപ്പോൾ അത്രയും എസ്റ്റിമേറ്റും അത്രയും ചിലവുമാണ്. ഒരു സാധാരണക്കാരൻ സർക്കാർ കൊടുക്കുന്ന 4 ലക്ഷം രൂപ അല്ലെങ്കിൽ ലൈഫ് പദ്ധതി ഉണ്ടായിരുന്ന സമയത്ത് ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പി സിമെൻറ്റ് മേടിച്ച് ബാക്കിയുള്ളവൻ വീണ്ടും കടബാധ്യതയിലേക്ക് പോവാണ്. അതിന് ഒരു മുന്തിയ പങ്കും നമുക്ക് ലാഭിക്കാമെന്നാണ് ഈ മണലെന്ന് പറയുന്നത്. കാരണം സിമെൻറ്റിൻ്റെ കൂടെ ചേർക്കുന്ന ഈ മണൽ സ്വന്തം ഇവിടുന്ന് വരുമ്പം അത് കൃത്യമായ നിരക്കിൽ സർക്കാരിന് അടച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന് ഇതിനൊരു ബെനിഫിറ്റ് എടുത്തുകൊണ്ട് അത് കൃത്യമായ എല്ലാ സാധാരണക്കാരിലേക്കും എത്തുകയാണെങ്കിൽ ഒരുപാട് പേരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. കാരണം അവർക്ക് അത്രയും പൈസ കുറവുണ്ടാവും. ഇത്രയും ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ വണ്ടി ഓടി വരുന്ന അത്രയും ചിലവ് ഉണ്ടാവില്ല. നമ്മുടെ ഓരോ പുഴകളിൽ നിന്നും നദികളിൽ നിന്നുമുള്ള മണൽ വാരാൻ കൊടുത്തു. അതുകൊണ്ട് മലയാളികൾക്ക് നഷ്ടമില്ല, ജനങ്ങൾക്കും ആർക്കും നഷ്ടമില്ല. കാരണം അതുകൊണ്ട് അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അത്രയും വെള്ളം കൂടി നമ്മുടെ തോടുകളിൽ കൂടി തന്നെ ഒഴുകാനുള്ള, ഇപ്പോൾ ആഴം കുറവുള്ള മേഖലയെ ആഴം കൂടി കഴിയുമ്പോൾ അത്രയും കൂടുതലായിട്ട് ഒഴുകാനുള്ള മാർഗ്ഗം ഉണ്ടാകുകയുള്ളൂ. അത് സർക്കാരിൻ്റെ ഒരു വലിയ വഴി തെളിച്ച കാര്യമാണ്. കാരണം സർക്കാർ അത് മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇനിയും പ്രളയം വന്നു കഴിയുമ്പം ക്യാമ്പ് തുറന്നുള്ള പ്രഹസനവും നാടകവും ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. കാരണം വെള്ളം ഒന്ന് കയറി കുട്ടനാട് പോലുള്ള മേഖലയിലോട്ട്, ഒരു എറണാകുളം പോലുള്ള മേഖലയിൽ ഒന്ന് ചെറിയ മഴ പെയ്താൽ വെള്ളം കയറി. അവിടെയൊക്കെയുള്ള കനാലുകളും ഓടകളും ക്ലീൻ ചെയ്യാൻ നിശ്ചിത സമയത്തിന് ക്ലീൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് കൃത്യമായ രീതിയിൽ കടലിലേക്ക് ഈ വെള്ളം ഒഴുകിപ്പോകാതെ എവിടെ തടയുന്നു അവിടുന്ന് വെള്ളം പൊങ്ങി ഒരാൾ പൊക്കം വരെ വെള്ളം എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രളയം മനുഷ്യനിർമ്മിതമായ പ്രളയം അല്ലെ സർക്കാരിൻ്റെ ദുർഭാഷി കൊണ്ടുള്ള പ്രളയങ്ങളുമാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുവന്നത്. കാരണം പണ്ട് 2018 ഉണ്ടായ പ്രളയത്തിൽ നമ്മൾ മനുഷ്യന്മാർക്ക് കൂടുതലും പങ്കുണ്ട്. അത് നമുക്ക് വ്യക്തമായ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് തൊട്ട്, കാരണം ആ സമയത്ത് പെരിയാർ ചപ്പാത്ത് പാലത്തിൽ വന്ന് അടിഞ്ഞുകൂടിയ വേസ്റ്റുകൾ തന്നെ ടൺ കണക്കിനാണ്. അപ്പം ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ പരിഹാരം എന്ന് പറഞ്ഞാൽ സർക്കാർ കൃത്യമായ രീതിയിൽ സ്ക്വാഡുകളെ രൂപീകരിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഇപ്പം നിലവിൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ കാണുന്ന പോലെ ആ തോടിൻ്റെ അറ്റത്ത് ഒരു കളക്ട് ചെയ്യാനായി ഹരിതകർമ്മ സേനയ്ക്ക് 50 രൂപ നിരക്കിൽ വീട്ടിൽ വന്ന് ഈടാക്കിക്കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം കാണുന്നതാണ് ആ കാഴ്ച. ഇങ്ങനെ പലയിടത്ത് അഞ്ചുരുളി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്ര മേഖലയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇതുപോലെ കുന്നുകൂടി പ്ലാസ്റ്റിക് കിടപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു നൂതന മാർഗ്ഗങ്ങളും നൂതന സംവിധാനങ്ങളും കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കാഞ്ഞിട്ടില്ല. സർക്കാർ മൗനം പാലിക്കുന്നു. അതനുസരിച്ച് ജനങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയാൽ മതി, ജനങ്ങൾക്ക് ഇത് മതി എന്നുള്ള ഉറപ്പ് ഇതുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളത്, നൂതനമായ കാര്യങ്ങൾ പ്രളയം വരുന്നതിന് മുമ്പ് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. KCBക്കാർ വളരെ ചുരുക്കം ചെയ്യുന്നത് പോലെ, കാരണം ടച്ചൊക്കെ നേരത്തെ വെട്ടി വെക്കുമ്പോൾ മഴ സമയത്ത് നമുക്ക് കറണ്ട് കിട്ടുന്നത് പോലെ അത് നേരത്തെ
ഇപ്പോഴത്തെ കാലത്തും ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സർക്കാരിന് മാത്രമേ സാധിക്കൂ. കാരണം ജനങ്ങൾക്ക് പെർമിഷൻ കൊടുത്താലേ മണലുവാരൽ നടക്കുകയുള്ളൂ, അല്ലാതെ ജനങ്ങൾ കയ്യേറി വാരുകയില്ല. അപ്പം അതുകൊണ്ടുള്ള കാര്യങ്ങൾ നീക്കുപോക്കുണ്ടാകും. പ്രളയത്തെ ഇനിയും പ്രളയം ഉണ്ടാകാത്ത ഒരു നാടിനെ പറ്റി നമുക്ക് ചിന്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു.